Good morning. Morning. Okay. എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ? ഫുഡ് കഴിച്ചോ എല്ലാവരും? ഇന്നെന്താ കുട്ടികൾ കുറവാണല്ലോ? ഓക്കെ, ഓരോരുത്തർ കയറി തുടങ്ങിയിട്ടുള്ളൂ അല്ലെ? ഓക്കെ. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത് ടെസ്റ്റിന്റെ അഡ്വാൻറ്റേജസ് അല്ലെ? അതുപോലെ തന്നെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ടെസ്റ്റുമായിട്ട് വെരിഫൈ ചെയ്യപ്പെടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ? ഓക്കെ, ചൂസിങ് എ ടെസ്റ്റ് എടുത്തു. അതിനുശേഷം നമ്മൾ അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് നോക്കാം. ഓക്കെ, എടുത്ത ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കുന്നുണ്ടോ? അന്നത്തെ കാര്യങ്ങൾ അന്നന്നെ തന്നെ വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂസ്. എന്താണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം ഇന്റർവ്യൂ? എന്താണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്? എന്താണ് ഇന്റർവ്യൂ? പറഞ്ഞു നോക്കിയേ. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് സെലക്ഷൻ പ്രോസസ് ആണ്. ഓക്കെ, വേറെ എന്തെങ്കിലും കമന്റ് ഉണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം. എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് an interview reviewing. Okay, an interview is a method used for selection purpose which allows an employer to view the overall personality of the individual and really evaluate his behavior. നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു സെലക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് അല്ലെ? നമ്മുടെ കമ്പനിയിലേക്ക് ഒരു വേക്കൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേക്കൻസിലേക്ക് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? ഇന്റർവ്യൂ ചെയ്തിട്ടാണ് നമ്മൾ ആളുകളെ സെലക്ട് ചെയ്തെടുക്കുന്നത് അല്ലെ? സെലക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇനി ആരാണ് ഇന്റർവ്യൂ നടത്തുന്നത്? എംപ്ലോയർ ആണ് അല്ലെ? എംപ്ലോയർ ആണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കാൻഡിഡേറ്റിന്റെ ഓവറോൾ ആയിട്ടുള്ള എല്ലാ പേഴ്സണാലിറ്റീസും ഓവറോൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ആ സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ് ഇന്റർവ്യൂ ചെയ്തെടുക്കുന്നത്. Interview is a mode of making face-to-face contact in order to acquire the basic idea about the personality of an applicant, identifying his intelligence, span of interest, and a general attitude towards the life. അപ്പൊ എന്താണ് ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ആണെന്ന് പറയാം അല്ലെ? ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതിലൂടെ എന്താണ് ഈ എംപ്ലോയർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന കാൻഡിഡേറ്റിന്റെ പേഴ്സണാലിറ്റി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ? അവന്റെ ഇന്റലിജൻസ് എങ്ങനെയാണ്, എന്തിനോടാണ് അവന് ഇൻട്രസ്റ്റ് കൂടുതൽ, അവന്റെ ഹോബീസ് എന്തൊക്കെയാണ്, അതുപോലെ അവന്റെ ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഇന്റർവ്യൂ പ്രോസസ്സിലൂടെ ആ ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നോക്കിയേ, ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, നിർബന്ധമായിട്ടും പഠിക്കാം കേട്ടോ. പല ഡെഫിനേഷന് നമ്മൾ പഠിക്കുന്നുണ്ട്, പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സെലക്ഷൻ, റിക്രൂട്ട്മെന്റ്, അങ്ങനെ കുറച്ച് ഡെഫിനേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? അതുപോലെ തന്നെയാണ് ഇതിൽ വരുന്നത് ടെസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച
ഡെഫിനേഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഇതിൽ പഠിക്കേണ്ടത് എന്താണ്, ഇന്റർവ്യൂവിന്റെ എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ എന്താണ്, ഇന്റർവ്യൂവിന്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഓരോന്ന് പഠിച്ചു വെക്കാം. According to Scott, an interview is a purposeful exchange of idea, the answering of questions and communication between two or more persons. അപ്പൊ എന്താണ് പറയുന്നത്, ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് രണ്ടോ അതിലധികമോ ആളുകൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ആണ് നമ്മൾ പറഞ്ഞു. അവനൊരു കമ്മ്യൂണിക്കേഷൻ ആണ്. എന്തൊക്കെയാണ് അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഐഡിയാസ്. അതുപോലെ തന്നെ പല പല ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും അല്ലെ. ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിട്ട് അതിന് ആൻസർ പറയുകയാണ് ചെയ്യുന്നത്. രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള ഒരു ആശയവിനിമയം, ചോദ്യോത്തരങ്ങൾ കൈമാറുന്ന ആ പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ പറയുന്നത് അഭിമുഖം എന്ന് അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്ന്. ഓക്കെ, in simple words, an interview can be described as an effort to obtain maximum information about the candidate regarding his fitness of the job. ഇനി എന്താണ് നമ്മൾ പറഞ്ഞു, ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ആണ്. അപ്പോ ഇന്റർവ്യൂവർ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കും അല്ലെ. നമ്മുടെ കമ്പനിയിലേക്ക് ഏത് വേക്കൻസിയിലോട്ടാണോ ആളുകളെ തിരഞ്ഞെടുക്കുന്നത്, ആ വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട്, ആ ജോബുമായിട്ട് ബന്ധപ്പെട്ട് ആള് ഫിറ്റ് ആണോ ഇല്ലയോ എന്ന് നമ്മൾക്ക് എന്താണ് ഈ ഇന്റർവ്യൂ വഴി മാക്സിമം ഇൻഫർമേഷൻസ് കാൻഡിഡേറ്റിന്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചിട്ട് നമുക്ക് ഫിറ്റ് ആണോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, ഒരു ഉദ്യോഗാർത്ഥി ജോലിക്ക് അനുയോജ്യയാണോ ഇല്ലയോ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പരമാവധി ഇൻഫർമേഷൻ നേടാനായിട്ടുള്ള ഒരു അഭിമുഖം, ഒരു കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ആ സിമ്പിൾ വേർഡ്സിൽ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ആ ഡെഫിനേഷൻ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് എന്ത്, ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ്. ഇനി കുറച്ച് ടൈപ്സുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. There are various types of interview which are used for obtaining various kinds of information and evaluate the candidate's knowledge, skills, etc. on the variety of bases. Employment categories into following types. നമ്മൾ എന്താണ് ഇന്റർവ്യൂയിലൂടെ പല മെത്തേഡുകൾ, പല തരത്തില് നമ്മൾ ഇന്റർവ്യൂ നടത്താറുണ്ട്. ആ മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ കാൻഡിഡേറ്റിന്റെ സ്കില്ല്, നോളജ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അത് ഇവാലുവേറ്റ് ചെയ്യാൻ, വിലയിരുത്താനായിട്ട് ഇന്റർവ്യൂയിലൂടെ സാധിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഇന്റർവ്യൂസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നോക്കിയ ഫസ്റ്റ് കാറ്റഗറി എന്താണ്, പ്രിലിമിനറി ഇന്റർവ്യൂ. Preliminary interview is a conversation between the candidate and the personal manager regarding the basic aspects of the job, such as the job characteristics, working conditions, salary, and other benefits, etc. അപ്പൊ എന്താണ്, ഒരു കോൺവെർസേഷൻ ആണ് അല്ലെ. പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് എംപ്ലോയറും അതുപോലെ തന്നെ കാൻഡിഡേറ്റും അല്ലെ. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് പേഴ്സണൽ മാനേജർ ആണ്. പേഴ്സണൽ മാനേജറും അതുപോലെ തന്നെ കാൻഡിഡേറ്റും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, കമ്മ്യൂണിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത് പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് എന്തൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ജോബുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ, ജോബിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, സാലറി എങ്ങനെയാണ്, അതർ ബെനഫിറ്റ്. അതർ ബെനഫിറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാവാം അതർ ബെനഫിറ്റ്സ്, കമ്പനിയിൽ നിന്ന് കിട്ടുന്ന അതർ ബെനഫിറ്റുകൾ എന്തൊക്കെയാണ്, സാലറി കൂടാതെ നമ്മൾക്ക് എംപ്ലോയീസിന് കിട്ടുന്ന അതർ ബെനഫിറ്റ്സുകൾ, പ്രമോഷൻ, പിന്നെന്തൊക്കെ വരാം അതർ ബെനഫിറ്റുകൾ ആലോചിച്ച് നോക്കിയേ. സാലറി കൂടാതെ നമുക്ക് കിട്ടുന്ന ബെനഫിറ്റുകള് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, PF അല്ലെ, PF പറയാൻ പറ്റും. പിന്നെ
ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, പിന്നെ ഇൻസെന്റീവ്, വെരി ഗുഡ്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, പിന്നെ എന്തൊക്കെയാണ് ഇനി ഉണ്ടല്ലോ ഇൻഷുറൻസ് ക്ലെയിമുകൾ അല്ലേ, ഓക്കെ ഇൻഷുറൻസ്, പിന്നെ കഴിഞ്ഞോ, കിട്ടുന്നില്ല, ബോണസ് പറയാൻ പറ്റില്ലേ, DA, TA ഇതൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള ബെനഫിറ്റ്സ് ആണ് അതർ ബെനഫിറ്റ്സിൽ വരുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും ഈ പ്രിലിമിനറി ഇന്റർവ്യൂസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. This helps an organization in eliminating inadequate people and helps the candidate to decide whether to accept or reject the job. Preliminary interviews can be divided into following types. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്താണ് ഈ ആശയവിനിമയത്തിലൂടെ പ്രിലിമിനറി ഇന്റർവ്യൂവിലൂടെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, ജോബിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, സാലറിയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകള്, അതർ ബെനഫിറ്റ്സുകള്, ഇതിലൂടെ നമുക്ക് എങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിലിമിനറി ഇന്റർവ്യൂസിലൂടെ. അതുപോലെ തന്നെ ഇന്റർവ്യൂ നടത്തിയിട്ട് നമ്മളുടെ ഓർഗനൈസേഷനിലേക്ക് അല്ലെങ്കിൽ ആ ജോബിലേക്ക് കാൻഡിഡേറ്റ് എന്താണ് കാൻഡിഡേറ്റ് വില്ലിംഗ് ആണോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആളാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇന്നാഡിക്കേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തുമാണ് കളയുന്നത്. ഇനി എന്താണ് പ്രിലിമിനറി ഇന്റർവ്യൂസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കിയേ, ഫോർമൽ ഇന്റർവ്യൂ ആൻഡ് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. നോക്കാം എന്താണ് ഇൻഫോർമൽ ഇന്റർവ്യൂവും അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. രണ്ട് രീതിയിലാണ്, രണ്ട് ടൈപ്സ് ആണ് പ്രിലിമിനറി ഇന്റർവ്യൂസിന്റെ രണ്ട് ടൈപ്സ് ആണ്. എന്തൊക്കെ? ഇൻഫോർമൽ ഇന്റർവ്യൂവും അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ കേട്ടോ. ഇനി ഇൻഫോർമൽ ഇന്റർവ്യൂ എന്താണെന്ന് നോക്കാം. An informal interview can be conducted at any place by HR personnel to obtain the fundamental and non-job related information. അപ്പോ ഇവിടെ ഈ ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ അനൗപചാരികമായ അല്ലെങ്കിൽ അനൗപചാരിക എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ഇൻഫോർമൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ HR പേഴ്സണൽസ് ഉണ്ടാവുള്ളൂ, HR മാരുണ്ടാവും അല്ലെ കമ്പനിയില്. അപ്പൊ അവർക്ക് ഏത് പ്ലേസിൽ വേണമെങ്കിലും വെച്ചിട്ട് ഇന്റർവ്യൂ നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇൻഫോർമൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് അനൗപചാരികമായിട്ടുള്ള പ്രത്യേക സ്ട്രക്ചറോ കാര്യങ്ങളോ അല്ലെങ്കിൽ രീതികളോ ഒന്നുമില്ല, ഇൻഫോർമൽ ആണല്ലോ. അതുകൊണ്ട് തന്നെ HR പേഴ്സണൽസിന് എന്താണ് ഏത് പ്ലേസിൽ, എനി പ്ലേസിൽ അല്ലെ, ഏത് പ്ലേസിൽ വേണമെങ്കിലും വെച്ചിട്ട് ചെയ്യാം, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിലൂടെ നമുക്ക് എന്താണ് നോൺ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ആ ഇന്റർവ്യൂയിലൂടെ നമുക്ക് കിട്ടുന്നത്, നോൺ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. ഓക്കെ, ഇനി എന്താ പറയുന്നത് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. An unstructured interview provides freedom to the candidate so that they can disclose about their knowledge in various topics, fields, their background, expectations, interests, etc. Likewise, the interviewer is also allowed to share information on various topics enquired by the candidate. അപ്പൊ എന്താ പറയുന്നത് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് എന്താണ്
ഫ്രീഡം ഉണ്ടാകും. അവരുടേതായിട്ടുള്ള ഫ്രീഡം അവിടെ നൽകുന്നുണ്ട്. കാൻഡിഡേറ്റ്സിന് ഫ്രീഡം നൽകുന്നുണ്ട്. എന്തുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സിനെ കുറിച്ച് പറയാനായിട്ട്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനായിട്ട്, അവരുടെ എക്സ്പെക്ടേഷൻസ് പ്രതീക്ഷകൾ പറയാനായിട്ട്, അവരുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടുള്ള ഒരു ഫ്രീഡം ആ ഇന്റർവ്യൂവിലൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്ട്രക്ചർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇന്ന രീതിയിലായിരിക്കില്ല പോകുന്നത്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാനായിട്ട്, അവരുടെ ബാക്ക്ഗ്രൗണ്ട്സിനെ കുറിച്ച്, അവർക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്സ്, അവർക്ക് ഇഷ്ടപ്പെട്ട ഇൻട്രസ്റ്റുകൾ എന്താണ്, അതിനെ കുറിച്ച് പറയാനായിട്ടുള്ള ഒരു ഫ്രീഡം ഈ കാൻഡിഡേറ്റ്സിന് ഇതിലൂടെ നൽകുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്, ഇതുപോലെ ഇന്റർവ്യൂവറിനോട് ഇപ്പൊ നമുക്ക് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും അവരെ നമുക്ക് ഷെയർ ചെയ്ത് എന്ത് സംശയങ്ങളും, കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തുറന്ന് സംസാരിക്കാനായിട്ട് തയ്യാറാകും. ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ നടത്തുന്നത്. എന്താണ്, പകരം നമ്മൾ പറഞ്ഞു എന്താണ്, ഫ്രീഡം നൽകുന്നുണ്ട് അല്ലെ കാൻഡിഡേറ്റ്സിന്. അതുകൊണ്ട് തന്നെ കാൻഡിഡേറ്റ്സിന് എന്താണ്, പേടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവരുടെ ഇൻട്രസ്റ്റുകൾ അവർ പറയും. അതുപോലെ തന്നെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആര് പറയും, ഇന്റർവ്യൂവർ പറയും. ഇന്റർവ്യൂവറിനോട് എന്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സംശയങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരിങ്ങോട്ട് തുറന്ന് പറയാനായിട്ട് തയ്യാറാകും. ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ നടത്തുന്നത്. അതാണ് എന്തിൽ വരുന്നത്, പ്രിലിമിനറി ഇന്റർവ്യൂല് വരുന്നത്. പ്രിലിമിനറി ഇന്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട 2 ടൈപ്പ് ആണ് ഉള്ളത്. പഠിച്ചു വെക്കാട്ടോ. ഇൻഫോർമൽ ഇന്റർവ്യൂ ഉണ്ട്, അതുപോലെ തന്നെ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഉണ്ട്. ഇനി നെക്സ്റ്റ് ആണ് കോർ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. കോർ ഇന്റർവ്യൂ നോക്കാം. കോർ interviews are generally a communication between candidates and line manager or expert on different areas about the job knowledge, skills, talent, etc. അപ്പൊ എന്താണ് കോർ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്, ലൈൻ മാനേജർ അല്ലെങ്കിൽ എക്സ്പേർട്സ് അല്ലെ, എക്സ്പേർട്സും കാൻഡിഡേറ്റും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ കോർ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇനി എക്സ്പേർട്ടുകൾ എന്തിലൊക്കെ ആയിരിക്കാം അവർ എക്സ്പേർട്ടുകൾ ആകുന്നത്? ജോബുമായിട്ട് ബന്ധപ്പെട്ട നോളജ് ഉണ്ടാവും, സ്കിൽ ഉണ്ടാവും, ടാലന്റ് ഉണ്ടാവും. അപ്പോ ജോബുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ എക്സ്പേർട്ടിന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോ എക്സ്പേർട്ടും അല്ലെങ്കിൽ ലൈൻ മാനേജറും അല്ലെങ്കിൽ എക്സ്പേർട്ടും ഈ കാൻഡിഡേറ്റും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതിനെയാണ് നമ്മൾ കോർ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇനി എന്താണ് കോർ ഇന്റർവ്യൂവിന്റെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇന്റർവ്യൂ ക്യാൻ ബി ഡിവൈഡഡ് into following types. ഏതൊക്കെയാണ് വരുന്നത്? ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ ഇന്റർവ്യൂ, സ്ട്രെസ് ഇന്റർവ്യൂ, ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, പാനൽ ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഇന്റർവ്യൂ, ഡെപ്ത് ഇന്റർവ്യൂ, ജോബ് ആൻഡ് പ്രോബിംഗ് ഇന്റർവ്യൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? കോർ ഇന്റർവ്യൂമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് നോക്കാം, ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ ഇന്റർവ്യൂ എന്താണ്? The purpose of this interview is to collect information which cannot be obtained through the application form. അപ്പൊ എന്താ പറയുന്നത്? അപ്ലിക്കേഷൻ ഫോമിലൂടെ ലഭിക്കാത്ത ഇൻഫർമേഷൻസ് ഈ ബാക്ക്ഗ്രൗണ്ട് ഇന്റർവ്യൂ വഴി, ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ ഇന്റർവ്യൂ വഴി ലഭിക്കുന്നുണ്ട്. It is also used to verify the information which is collected through the application form, such as the educational background, അതുപോലെ തന്നെ ഡൊമിസിയൽ, അതുപോലെ തന്നെ എന്താണ് ഈ ഫാമിലി, ഹെൽത്ത്, ഇൻട്രസ്റ്റ്, ഹോബീസ്, ലൈക്സ്, ഡിസ്ലൈക്സ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എക്സെട്ര ഫോർ ദ അപ്ലിക്കന്റ്. അപ്പോ ഇങ്ങനെയുള്ള പല ഇൻഫർമേഷനും ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്നും അപ്ലിക്കേഷൻ ഫോമിൽ എഴുതിയിട്ടുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള ഈ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂയിലൂടെ എല്ലാ കാര്യങ്ങളും അല്ലെ, എന്തൊക്കെയാണ് പറയുന്നത്? എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്,
ഡൊമിസിയൽ, അതുപോലെ തന്നെ ഈ ഫാമിലിയുമായിട്ടുള്ള ഡീറ്റെയിൽസ്, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയാൻ പറ്റും, അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ ഹോബീസ്, ഡിസ്ലൈക്ക്, ലൈക്കുകൾ, അതുപോലെ തന്നെ എന്താ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂവിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അപ്ലിക്കേഷൻ ഫോമിൽ ചിലപ്പോൾ എഴുതാനായിട്ട് സാധിച്ചൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻ ഫോമിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഈ ഇന്റർവ്യൂവിലൂടെ കളക്ട് ചെയ്യാനായിട്ട്, എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് സ്ട്രെസ് ഇന്റർവ്യൂ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും ഇടയ്ക്കൊക്കെ സ്ട്രെസ് ഉണ്ടാവാറുണ്ട് അല്ലെ? പല കാര്യങ്ങളും നമ്മള് എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സ്ട്രെസ് വരാറുണ്ട് അല്ലെ? അപ്പോ ഓരോ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനായാലും അല്ലെ, ജോലി ഭാരം കൂടുതല്, അല്ലെങ്കിൽ എന്താണ് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പല രീതികളിലും ആളുകൾക്ക് സ്ട്രെസ് വരാറുണ്ട്. നമുക്ക് നോക്കാം എന്താണ് സ്ട്രെസ് ഇന്റർവ്യൂ. Stress interview is formulated to evaluate the candidate's behavior on the job and their survival level during the time of pressure or stress. That is, his pressure handling capacity. In this kinds of interview, the candidate is put to aggressive, empathetic, and threatening situations whose objective is to demoralize the candidate and evaluate his ability to manage difficult situations. അപ്പൊ ഇവിടെ പറയുന്നത് സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജോലി സ്ഥലത്ത് കാൻഡിഡേറ്റ്സിന്റെ പെരുമാറ്റം, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമ്മർദ്ദം ഉള്ള സമയത്ത് അദ്ദേഹത്തിന്റെ അതെങ്ങനെ ആ സ്ട്രെസ് എങ്ങനെ എന്താണ് അത് മേക്ക് ഓവർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് സർവൈവ് ചെയ്യുന്നു, എങ്ങനെ ചെയ്യാം എന്നുള്ളത് വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. നമ്മളപ്പോ ഈ ഇന്റർവ്യൂവിൽ എന്താണ് കാൻഡിഡേറ്റിന് ചിലപ്പോ നമ്മളുടെ സ്ട്രെസ് ഉണ്ടെങ്കിൽ അല്ലെ, അക്രമാസക്തരാകുന്നുണ്ട് അവര്, അതുപോലെ തന്നെ നിസ്സംഗതയുള്ളവരായിട്ട് നിൽക്കാം, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോ നിൽക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ അവരൊക്കെ ഭീഷണിപ്പെടുത്തി ജോലി ചെയ്യിപ്പിക്കുന്ന അല്ലെ, പലയിടത്തും ഭീഷണിപ്പെടുത്തി ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൊടുത്തുകൊണ്ട് അവരെങ്ങനെ അതിൽ നിന്ന് സർവൈവ് ചെയ്യുന്നു, അതാണ് ഈ ഇന്റർവ്യൂവിൽ നടത്തുന്നത്. ഓക്കെ, ഒരു സിറ്റുവേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിൽ നിന്നും എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നുള്ളതാണ് സ്ട്രെസ് ഇന്റർവ്യൂയിലൂടെ നോക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അവര് സ്ട്രെസ് എന്താണ്, ചിലപ്പോ അവര് അക്രമാസക്തരാകാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്നുണ്ടാവാം അല്ലെ. അതുപോലെ തന്നെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ട് ജോലി ചെയ്യിപ്പിക്കുമ്പോ അവര് അത് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരിൽ ഉണ്ടാകുന്നുണ്ടോ, അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്ട്രെസ് കൊടുത്ത് അവര് ജോലി ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ജോലി ചെയ്യിപ്പിക്കുമ്പോ അവര് അതിൽ നിന്നും എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്, ഓക്കെ, അതിജീവിക്കുന്നത് എങ്ങനെയാണ് എന്ന് വിലയിരുത്തുന്നതാണ് എന്ത് സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രീതി ഉണ്ടാവും അല്ലെ, ഒരു സ്ട്രക്ചർ ഉണ്ടാവും. നോക്കാം, ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ strictly follow all the formalities and procedures related to conducting of interviews, such as determination of values, time, panel of interviewers, opening and closing, informing the candidate officially, etc. They are pre-planned and organized based on the job requirements. Okay. അപ്പൊ എന്താണ് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്? നമ്മൾ പറഞ്ഞു, ഒരു രീതി അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാവും അതിന്. ചിലപ്പോ എന്താണ് ഫോർമാലിറ്റീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഓരോ പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ടാവാം അല്ലെ.
നമുക്കറിയാം ഓർഗനൈസേഷനിൽ നമുക്ക് എന്താണ് ഒരു സ്ട്രക്ചർ അല്ലെ, സ്ട്രക്ചർ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്റർവ്യൂ നടത്തുമ്പോഴും ഓരോ പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ തുടർന്ന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലൂടെയാണ് ഇന്റർവ്യൂ നടത്തിക്കൊണ്ട് പോകുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു 150 പേര് ഇന്റർവ്യൂവിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് നടത്തും? ആദ്യം ഇന്റർവ്യൂ ആണോ ചെയ്യുന്നത്? അല്ല, റിട്ടൺ ടെസ്റ്റ് നടത്തും അല്ലെ. കൂടുതൽ ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ റിട്ടൺ ടെസ്റ്റ് നടത്തി അതിൽ നിന്നും ആളുകളെ തെരഞ്ഞെടുത്ത് ഇന്റർവ്യൂ നടത്തിയതിനു ശേഷം ഡെമോ ക്ലാസ് എടുപ്പിച്ച്, ടീച്ചറിന്റെ ആണെങ്കിൽ ഡെമോ ക്ലാസ് എടുപ്പിച്ച് അതിനുള്ള സ്കില്ലുണ്ടോ, നോളജ് ഉണ്ടോ അല്ലെ, എബിലിറ്റി ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡെമോ ക്ലാസ് എടുപ്പിച്ച് അതിൽ ടോപ്പ് ആയിട്ടുള്ള ആളുകളെയാണ് സെലക്ട് ചെയ്തെടുക്കുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും ഈ സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ ഫോർമൽ ഇന്റർവ്യൂവിൽ നമ്മൾ ഓരോ പ്രൊസീജിയറിലൂടെ, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലൂടെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് വാല്യൂ നമ്മൾ നോക്കും. അതുപോലെ തന്നെ ടൈം എപ്പോഴാണ് എന്നുള്ളത്. അതുപോലെ തന്നെ എന്താണ് ഈ പാനൽ ഓഫ് ഇന്റർവ്യൂവേഴ്സ് ആരൊക്കെയാണ് പാനലിൽ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പണിംഗ് ക്ലോസിംഗും അല്ലെ, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്, അത് ക്ലോസ് ചെയ്യാൻ പറ്റുന്നത് കറക്റ്റ് സമയത്തിന് ക്ലോസ് ചെയ്യണം. ഇപ്പൊ ഒരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകുന്നേരം ഒരു 5 മണി ആകുമ്പോൾ ക്ലോസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള പ്ലാനിങ്ങുകൾ നടത്തുന്നുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലൂടെ പ്ലാനിങ്ങുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാൻഡിഡേറ്റിനെ ഒഫീഷ്യലി അറിയിക്കും. ഇന്ന ദിവസം ഇത്ര മണിക്ക് ഇന്റർവ്യൂവിന് വരണം, ഇന്ന ഡേറ്റില് 2 ദിവസമായിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ ആണ് വരുന്നത്. ബുധനാഴ്ച കാലത്ത് 10 മണിക്ക്, കൃത്യം 10 മണിക്ക് ഇന്ന സ്ഥലത്ത് എത്തണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ അറിയിക്കും അല്ലെ, ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ഓരോ രീതികളുണ്ടാവും, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലൂടെയാണ് ഇത് നടത്തുന്നത്. പ്രൊസീജിയർ, ഫോർമാലിറ്റീസ്, ഓരോ കാര്യങ്ങളുണ്ടാവും. വാല്യൂ, അതുപോലെ ടൈം, പാനൽ ഓഫ് ഇന്റർവ്യൂവേഴ്സ്, അതുപോലെ തന്നെ ഓപ്പണിംഗ് ക്ലോസിംഗ്, അതുപോലെ തന്നെ ഇൻഫോർമിംഗ് കാൻഡിഡേറ്റ് ഒഫീഷ്യലി അല്ലെ, ഒഫീഷ്യലായിട്ട് കാൻഡിഡേറ്റിനെ അറിയിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലൂടെയാണ് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും പ്രീ പ്ലാൻ ചെയ്തുകൊണ്ട്, ഓർഗനൈസ് ചെയ്തുകൊണ്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത്. They are pre-planned and organized based on the job requirements. നമ്മുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ആ വേക്കൻസിയിലോട്ട് ജോബിന്റെ ആവശ്യകതകൾ അനുസരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പ്രീ പ്ലാൻ ചെയ്തുകൊണ്ടും ഓർഗനൈസ് ചെയ്തുകൊണ്ടുമാണ് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇത്രയും വരെ ഒന്ന് വായിച്ചു നോക്കിയേ, എന്നിട്ട് നെക്സ്റ്റ് പേജിലോട്ട് പോവാം. ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
എന്തിന്റെ മീനിങ് അത് വെച്ചത്? വീട്, ഫാമിലി, വീട്, അതിന്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. Domicile means വീട്. ക്ലിയർ ആയോ? ഫോർമൽ ആൻഡ് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ വരെ ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ഇത് പാനൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അറിയാല്ലേ? പാനൽ ഇന്റർവ്യൂ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടാവും അല്ലെ, ബോർഡ് മെമ്പേഴ്സ് ഉണ്ടാവും, അവരായിരിക്കും പാനലിൽ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് അവരുടെ ഓരോരുത്തരും മാറി മാറി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് നമ്മള് വിലയിരുത്തും ഇല്ലേ? ഓക്കെ, പാനൽ ഇന്റർവ്യൂ നോക്കാം. പാനൽ ഇന്റർവ്യൂ includes a panel of a specialist to interview each and every candidate evaluate their performance separately and to form a combined decision on the basis of evaluation by every specialist and by the way of giving weightage to ഈച്ച് ഫാക്ടർ. അപ്പൊ എന്താണ്, ഒരു പാനൽ മെമ്പേഴ്സ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പാനൽ മെമ്പേഴ്സ് ഉണ്ടാവും ഇന്റർവ്യൂ ചെയ്യാനായിട്ട്. ഓരോ കാൻഡിഡേറ്റിനെയും ഇന്റർവ്യൂ ചെയ്ത് ഓരോരുത്തരെയും വിലയിരുത്തി ഓരോരുത്തർക്കും എന്താണ് വെയിറ്റേജ് കൊടുക്കും അല്ലെ. ഒരു ഫാക്ടർ ഉണ്ടാവും അല്ലെ, അവരുടെ നോളജ് ഇത്ര, സ്കിൽ ഇത്ര, എബിലിറ്റി, അങ്ങനെ പല പല ഫാക്ടേഴ്സ് അല്ലെ. അവരുടെ പെരുമാറുന്ന രീതി എങ്ങനെയാണ് അല്ലെ, അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, അവർക്ക് ഈ മേഖലകളിൽ നല്ല രീതിയിലുള്ള നോളജുകൾ ഉണ്ടോ എന്നൊക്കെ വിലയിരുത്തിയിട്ട് ഓരോ ഫാക്ടേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് വെയിറ്റേജ് കൊടുക്കും. വെയിറ്റേജ് കൂടുതലുള്ള കാൻഡിഡേറ്റ് ആരാണോ അവരെ നമ്മള് ഇന്റർവ്യൂവിൽ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഓരോ ഫാക്ടറിനും ഓരോ വെയിറ്റേജ് വെച്ച് കൊടുത്തിട്ട് അവർ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. അതാണ് പാനൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ. Group interview is a special situation for interviewing a candidate where several candidates are called for an interview at the same time. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ സെയിം ടൈമിൽ തന്നെ കുറെ അധികം ഓഫ് പീപ്പിൾസിനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുകയാണ് ഗ്രൂപ്പ് ഇന്റർവ്യൂവിലൂടെ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, the case where there are a large number of candidates for an interview on the same day, group interview facilitates the interviewers with the capability to evaluate the larger number of candidates. It is also a time
saving tool for the organization. Underline ചെയ്യാം ട്ടോ. ഏതാണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ടൈം സേവിംഗ് ടൂൾ ആണ്. ഓർഗനൈസേഷണൽ ടൈം സേവിംഗ് ടൂൾ ആയിട്ട് ഈ ഗ്രൂപ്പ് ഇന്റർവ്യൂവിനെ പറയുന്നുണ്ട്. ഗ്രൂപ്പ് ഇന്റർവ്യൂ ഓൾസോ പ്രൊവൈഡ്സ് ദ ഓപ്പർച്യൂണിറ്റി ടു ഇവാലുവേറ്റ് ദ ബിഹേവിയർ ഓഫ് ദ കാൻഡിഡേറ്റ് ഇൻ എ ഗ്രൂപ്പ് വൈസ് ആയിട്ട് ഓരോ കാൻഡിഡേറ്റിനും എന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ ബിഹേവിയർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊരു ടൈം സേവിംഗ് ടൂൾ ആയിട്ട് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇതിനെയാണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്ത്, ഡെപ്ത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഡെപ്ത് ഇന്റർവ്യൂ ആർ ദ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂസ് in which a candidate is evaluated mainly in the core areas of knowledge and skills of the job. Candidates are evaluated by the experts in their respective field by putting up appropriate questions in order to obtain a significant response from them, while initiating the decision regarding the some problematic area of the job, and by asking them to describe even minutes activities of the job performance. അപ്പോൾ ഡെപ്ത് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ജോബുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോർ ഏരിയാസില് ജോബുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട, ഇപ്പൊ അക്കൗണ്ടന്റ് ആണെങ്കിൽ അക്കൗണ്ടന്റിന്റെ ആ ജോബുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട കോർ ഏരിയാസ് ഉണ്ടാവുമല്ലോ, ആ കോർ ഏരിയാസിലുള്ള നോളജ് ഉണ്ടോ അല്ലെങ്കിൽ സ്കില്ലുണ്ടോ എന്നാണ് ഈ ഡെപ്ത് ഇന്റർവ്യൂയിലൂടെ നോക്കുന്നത്. ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ആ അക്കൗണ്ടന്റിന് ആവശ്യമായിട്ടുള്ള നോളജ് ഉണ്ടോ സ്കില്ലും ഉണ്ടോ എന്ന് ആണ് ഈ ഡെപ്ത് ഇന്റർവ്യൂയിലൂടെ നോക്കുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആ ഏരിയയില്, ആ കോർ ഏരിയാസില് എക്സ്പേർട്ടുകളായിരിക്കും ഇന്റർവ്യൂ നടത്തുന്നത്. അവരെന്ത് കൊടുക്കുന്നുണ്ട്, ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത്. ഇപ്പൊ എന്താണ്, ജോബിന്റെ പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇതിലൂടെ നൽകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയാം, എന്താണ്, ടീച്ചർ തന്നെ എടുക്കാം. ഓക്കെ, ടീച്ചർ തന്നെ എടുക്കുമ്പോൾ അവരെ ഇന്റർവ്യൂ നടത്തി അതിനുശേഷം ഡെമോ ക്ലാസ് എടുപ്പിച്ച് നോക്കും അല്ലെ, ഇല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്, ഏരിയയില് എക്സ്പേർട്ട് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വെറുതെ ഇന്റർവ്യൂ നടത്തി സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചിങ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ലോ അല്ലെങ്കിൽ കഴിവൊന്നും ഇല്ല എങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഒരു വെൽഡർ ആണെങ്കിൽ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അതിനുശേഷം പ്രാക്ടിക്കലി ചെയ്ത് നോക്കിക്കും അല്ലെ. അതുപോലെ തന്നെയാണ് മിഷനിസ്റ്റ്, CNC മിഷൻ ഓപ്പറേറ്റർ ഒക്കെ ആണെങ്കിൽ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂ നടത്തി ചോദിക്കും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ അതിന്റെ പ്രാക്ടിക്കൽ ബേസ്ഡും അവർ ചെയ്യിപ്പിച്ചു നോക്കും. എന്നിട്ടാണ് ഈ ആളുകളെ സെലക്ട് ചെയ്യുന്നത്, നല്ല രീതിയിലുള്ള പെർഫോം ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ പ്രാക്ടിക്കൽ ഏരിയ നോക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട ആ കോർ ഏരിയയിൽ ഉള്ള സ്കില്ലും നോക്കും, നോളജ് ഉണ്ടോ എന്നും അവിടെ ആ ഇന്റർവ്യൂയിലൂടെ നോക്കുന്നുണ്ട്. അതാണ് ഡെപ്ത് ഇന്റർവ്യൂ. ആ കോർ ഏരിയയില് നോളജ് ഉണ്ടോ, ആ ജോലിക്ക് വേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ആണെങ്കിൽ ആ ജോലിക്ക് വേണ്ടതായിട്ടുള്ള നോളജ് ഉണ്ടോ, ആ ഏരിയ കോർ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട നോളജ് ഉണ്ടോ സ്കിൽ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ബേസ്ഡ് ഉള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ടാണ് ഓരോ കാൻഡിഡേറ്റിനെയും സെലക്ട് ചെയ്യുന്നത്. അതാണ് ഡെപ്ത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇനി എന്താണ് ജോബ് ആൻഡ് പ്രോബിംഗ് ഇന്റർവ്യൂ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ലാസ്റ്റ് വൺ ആണ് കേട്ടോ പറയുന്നത്. ഇതിൽ വരുന്നത് കോർ ഇന്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ ഇന്റർവ്യൂ പറഞ്ഞു, സ്ട്രെസ് ഇന്റർവ്യൂ പറഞ്ഞു, ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, പാനൽ ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഇന്റർവ്യൂ, ഡെപ്ത് ഇന്റർവ്യൂ വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കോർ ഇന്റർവ്യൂവിൽ ലാസ്റ്റ് പോയിന്റ് വരുന്നത് ഏതാണ്? ലാസ്റ്റ് ഇന്റർവ്യൂ ജോബ് ആൻഡ് പ്രോബിംഗ് ഇന്റർവ്യൂ ട്ടോ. പ്രോബിംഗ് എന്ന് പറഞ്ഞാൽ അന്വേഷണം. Job and probing interview are mainly designed for evaluating candidates' knowledge with respect to the duties, functions, job methods,
critical problems, way to resolve those problems, etc. എന്താണ് ഇതിൽ നോക്കുന്നത് ജോബ് ആൻഡ് പ്രോബിംഗ് ഇന്റർവ്യൂ. ജോബുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ഇപ്പൊ എന്താണ് അക്കൗണ്ടന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഉണ്ടാവും, റെസ്പോൺസിബിലിറ്റീസ്. അവിടെ ആ കമ്പനിയിൽ ജോബുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ഫങ്ഷൻസ് ചെയ്യേണ്ടതുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ഡിഫറെന്റ് മെത്തേഡ്സുമായിട്ട് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെന്റ് മെത്തേഡ്സുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ജോബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളില് എങ്ങനെ അവൻ നല്ല രീതിയിൽ ചെയ്യോ ഇല്ലയോ എന്നുള്ളത്, ഡ്യൂട്ടീസ് കറക്റ്റ് ആയിട്ട് ചെയ്യോ, ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫങ്ഷൻസ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ പ്രവർത്തനങ്ങള്. അതുപോലെ തന്നെ പല രീതിയിലുള്ള മെത്തേഡ്സിലൂടെ ജോബ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ പല രീതിയിൽ, ഓരോ രീതിയിലല്ല പല രീതികളിലൂടെ നമുക്ക് പല മെത്തേഡ്സുകളും യൂസ് ചെയ്ത് ജോലി ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ടുള്ള സ്കില്ലുണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ജോബ് ആൻഡ് പ്രോബിംഗ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ജോബുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ കേട്ടോ, ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി തേർഡ് വൺ ആണ് എന്ത്, ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ. എന്താണെന്ന് നോക്കാം. ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ ഈസ് അനദർ കൈൻഡ് ഓഫ് ഇന്റർവ്യൂ taken by a concerned departmental head. അപ്പോ എന്താണ് അനദർ കൈൻഡ് ഓഫ് ഇന്റർവ്യൂ ആണ് അല്ലെ. ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് ആയിരിക്കും ഇത് ഈ ഇങ്ങനെയുള്ള ഇന്റർവ്യൂ ചെയ്യുന്നത്. ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ നടത്തുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് ആയിരിക്കും. Generally, this kinds of interview is concerned through the informal decisions. The HR manager is also supposed to take the interview of the candidate in order to make his decision with respect to the salary, allowances, benefits, promotions, etc. അപ്പൊ എന്താണ് HR മാനേജേഴ്സ് ഇന്റർവ്യൂ നടത്തുമ്പോൾ എന്താണ് കാൻഡിഡേറ്റിന്റെ കാൻഡിഡേറ്റ് റിലേറ്റ് ചെയ്യപ്പെട്ട സാലറി, അവരുമായിട്ട് ബന്ധപ്പെട്ട സാലറി, അലവൻസസ്, ബെനിഫിറ്റുകൾ, പ്രമോഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ഇന്റർവ്യൂ നടത്തുന്നത്. The departmental head and HR managers communicate their views. After they mutually notify the head of the interview board about their decisions. ഇനി HR മാനേജറും അതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റൽ ഹെഡും തമ്മിൽ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് ഈ എന്താണ് ഡിസിഷൻ ഇന്റർവ്യൂ ബോർഡിന്റെ ഹെഡിനോട് ഒരു ഡിസിഷൻ പറയും. ഇന്ന ആളെയാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളത് ആ എന്താണ് ഇന്റർവ്യൂ ബോർഡിന്റെ ഹെഡിനോട് ഒരു ഡിസിഷൻ പറയുന്നു. The head of the interview board take the final decision about the candidate performance and his respective rank in the interview. ഇനി ആ ഹെഡ് അപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന ആളെ തെരഞ്ഞെടുക്കാനായിട്ടാണ് ഞങ്ങൾക്ക് ഇഷ്ടം അല്ലെ, ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാളോട്. അപ്പൊ എന്ത് പറയുന്നുണ്ട് ഇദ്ദേഹം, ഈ ഡിപ്പാർട്ട്മെന്റ് ഇന്റർവ്യൂ ബോർഡിലെ ഹെഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫൈനൽ ഡിസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഫൈനൽ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ഈ കാൻഡിഡേറ്റിന്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള റാങ്ക്, ഇന്റർവ്യൂമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ള റാങ്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫൈനൽ ഡിസിഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇന്നാളെ സെലക്ട് ചെയ്തെടുക്കുകയാണ് എന്തിലൂടെ ചെയ്യുന്നത്, ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂയുടെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് ആണ് ഇന്റർവ്യൂ നടത്തുന്നത്. HR മാനേജറും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റൽ ഹെഡും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ തീരുമാനം പറയുന്നുണ്ട് അല്ലെ, ഡിസിഷൻസ് പറയുന്നുണ്ട്. ആ ഡിസിഷൻ കൺസിഡർ ചെയ്തിട്ട് ഈ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ബോർഡിലെ ഹെഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ ഡിസിഷൻ നോക്കിക്കൊണ്ട് ഏത് കാൻഡിഡേറ്റിനെയാണോ ഇവർ പറഞ്ഞിരിക്കുന്നത് ആ കാൻഡിഡേറ്റിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള റാങ്ക് നോക്കി അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നു. അതാണ് ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് ഇന്റർവ്യൂ പ്രോസസ്സസ്. ഇന്റർവ്യൂ പ്രോസസ്സ്
എന്താണ് ഇന്റർവ്യൂ നടത്തുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഓരോരോ പോയിന്റ്സിലൂടെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4 പോയിന്റ് ഉണ്ട് ഇന്റർവ്യൂ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, the several steps followed while conducting an interview are as follows. First one എന്താണ്? Preparation for the interview. Interview ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യണം അല്ലെ? Preparation for the interview. The preparation of the interview should be made well in advance because it's not only help in converting the most important aspect, but also help the interviewer to learn relevant facts that may be required during the interview. The preparation that are required to be done by the organization as follows. ഇവിടെ പറയുന്നത് ഈ ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ? അല്ലെങ്കിൽ ഇപ്പോ ഒരു വാക്കൻസി ഉണ്ടെങ്കിൽ നാളെ നമുക്ക് ഇന്റർവ്യൂ നടത്താം എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും? അത് ചെയ്യേണ്ടത് ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് അല്ലെ? പെട്ടെന്ന് നമ്മൾ ഇന്റർവ്യൂ നടത്താന്ന് വെച്ചാൽ വളരെ ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറേയധികം പ്രിപ്പറേഷനുകൾ ചെയ്യേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. പ്രിപ്പറേഷനുകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അഡ്വാൻസ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത് അഡ്വാൻസ് ആയിട്ട് നടത്തണം. അങ്ങനെയുള്ള പ്രിപ്പറേഷൻസ്, ഇന്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട പ്രിപ്പറേഷൻസ്. അതുപോലെ തന്നെ പറയുന്നത് എന്താണ്? ഇന്റർവ്യൂവിന്റെ ഒരു പ്രധാന വശങ്ങള്, അതുപോലെ തന്നെ ഇന്റർവ്യൂ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രധാന വിവരങ്ങള് ലഭിക്കുന്നതിനായിട്ട് അഡ്വാൻസ് ആയിട്ട് പ്രിപ്പറേഷനുകൾ നടത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇന്റർവ്യൂല് ഇപ്പോ ചോദിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഏത് സമയത്ത് നടത്തണം, ഏത് ടൈമിൽ ക്ലോസ് ചെയ്യണം, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്റർവ്യൂല് ചോദിക്കേണ്ടത്, ഏതൊക്കെ കോർ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെയാണെന്ന് നോക്കിയേ, ഓരോരോ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. The type of interview to be conducted should be selected according to the requirements of the job. ഇനി ഏത് ടൈപ്പ് ഇന്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടത്? ജോബിന്റെ ആവശ്യകതകൾ മനസ്സിലാക്കിയിട്ട് ആ ആവശ്യകതകൾ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ. നമ്മൾ പഠിച്ചല്ലേ പലതരത്തിലുള്ള ഇന്റർവ്യൂസ് ഉണ്ട് അല്ലെ? ഗ്രൂപ്പ് ഇന്റർവ്യൂ, കോർ ഇന്റർവ്യൂ, ഡെപ്ത് ഇന്റർവ്യൂ അല്ലെ, ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ, സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ്, അങ്ങനെ പലതരത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് ടൈപ്പ് ഇന്റർവ്യൂ വേണം എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്? ജോബിന്റെ റിക്വയർമെന്റ്സ്, ആവശ്യകതകൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ ഏത് ടൈപ്പ് വേണം എന്ന് സെലക്ട് ചെയ്യാനായിട്ട്. The main objective of interview process should be determine the understanding and the skills encompassed by the candidate as per the demand and the nature of the job. അപ്പൊ എന്താണ് മെയിൻ ഒബ്ജക്റ്റീവ്? എന്താണ് ഇന്റർവ്യൂ പ്രോസസ്സിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോ ജോബിന്റെ നേച്ചറും ഡിമാൻഡും അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് നോക്കാനായിട്ട്. ഓക്കെ, ഇനി എന്താണ്? The number of interviewers while conducting an interview should be clearly specified. നമ്മൾ പറഞ്ഞു അല്ലെ, ഏതൊക്കെ അല്ലെങ്കിൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെയാണ് ഇന്റർവ്യൂ ചെയ്യേണ്ടത്, എങ്ങനെയുള്ള ഇന്റർവ്യൂവേഴ്സ് വേണം, എത്ര നമ്പേഴ്സ് ഓഫ് ഇന്റർവ്യൂവേഴ്സ് വേണം എന്നുള്ളത് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇനി എന്താ പറയുന്നത്? The data collected about the applicant through after the selection process should be reassessed. അപ്പോ നമ്മള് കാൻഡിഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകൾ പലതരത്തിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഡാറ്റകൾ അവരിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടാവും അപ്ലിക്കന്റിൽ നിന്ന്. അതൊന്നും കൂടി റീഅസസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. റീ ഇവാലുവേഷൻ നടത്തണം. Besides this, the scores obtained should be re-evaluated
and reliability, the method used must be checked. ഇനി അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ സ്കോർസ് റീവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. All the decision regarding the techniques to be used. ഇനി അതുപോലെ തന്നെ ഡിസിഷൻ എടുക്കാനായിട്ട് അല്ലെ പല മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. The area to be covered and the questions to be asked, the time to be set, etc. should be prepared well the advance as per the organizational planning. Organizational planning ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ കുറെ കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഏതൊക്കെ ഏരിയയിൽ നിന്ന് ചോദിക്കണം, ഏതൊക്കെ ഏരിയകൾ കവർ ചെയ്യണം, എപ്പോഴാണ് ഇത് ഇന്റർവ്യൂ നടത്തേണ്ടത്, ഏത് ടൈമിലാണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കേണ്ടത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും കൂട്ടി പ്ലാൻ ചെയ്യണം. The place where the interview is to be conducted should be set in such a way that the interviewer and the applicant both feel comfortable. നമ്മള് ഇന്റർവ്യൂ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്ലേസ് സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ. പ്ലേസ് എന്ത് വേണം, ഇന്റർവ്യൂ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പാനൽ ഉണ്ടെങ്കിൽ അവർക്ക് ചെയർസുകള് ടേബിളുകൾ ഉണ്ടായിരിക്കണം, കാൻഡിഡേറ്റ്സിന് ഇരിക്കാനായിട്ടുള്ള ഫർണിച്ചർ ഉണ്ടായിരിക്കണം, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുകയും ആ ഇന്റർവ്യൂവേഴ്സിനായാലും കാൻഡിഡേറ്റ്സിനായാലും എന്താണ് അവർക്കൊരു ഫീല് കംഫർട്ടബിൾ ആക്കി കൊടുക്കുക അല്ലെ. കംഫർട്ടബിൾ ഫീല് ആക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത്രയും കാര്യങ്ങളാണ് എന്തില് വരുന്നത്, പ്രിപ്പറേഷൻ ഫോർ ദി ഇന്റർവ്യൂവിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. വായിച്ചു നോക്കാം. കുറെ കാര്യങ്ങൾ വായിക്കാനായിട്ട് നമുക്ക് ബോറടിക്കും, എന്നാലും നമുക്ക് പഠിക്കാണ്ട് തരില്ലല്ലേ, പഠിക്കണം. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇതൊക്കെ ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങള് എടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, ഇത്രയും വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, താങ്ക് യു.